ജോലി ചെയ്ത ശമ്പളം ചോദിച്ചതിന് വയോധികന് ക്രൂരമർദ്ദനം നേരിട്ടതായി പരാതി. മർദ്ദനത്തിന് ഇരയായ വണ്ടിപ്പെരിയാർ കക്കിക്കവല സ്വദേശി പുത്തൻപെട്ടി ശിവൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. കഴിഞ്ഞ 4-ാം തീയതി രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മേശിരി പണിക്ക് പോയി ജോലി ചെയ്ത ശമ്പളം ചോദിച്ചതിനാണ് കെട്ടിട ഉടമയും കൂട്ടാളിയും ചേർന്ന് മർദ്ദിച്ചതായി പരാതി അറിയിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ താമസിക്കുന്ന പുത്തൻ വീട്ടിൽ 60 വയസ്സുള്ള ശിവനെയാണ് പഞ്ചായത്ത് സ്ലോട്ടർ ഹൌസ് സ്വകാര്യമായി നിർമ്മിക്കുന്ന വള്ളക്കടവ് സ്വദേശികളായ അബ്ബാസ്, ഹക്കീം എന്നിവർ ചേർന്ന് മർദ്ദിച്ചതെന്ന് ശിവൻ പറയുന്നത്. 1800 രൂപയാണ് ശമ്പളമായി ലഭിക്കാനുള്ളത്. ഇത് പല തവണകളായി ചോദിച്ചിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ശമ്പളം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടിപ്പെരിയാർ പോലീസിൽ ശിവൻ പരാതി നൽകിയിരുന്നു. അന്ന് രാത്രി തന്നെ അബ്ബാസും ഹക്കീമും കക്കിക്കവലയിലെ കടയിലെത്തി ശിവനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ശമ്പളം ചോദിച്ചപ്പോൾ തന്നെ അടിച്ചു. പിന്നെ ഹനീഫയും തൗഫീഖും ഹക്കീമും 3 പേരും ചേർന്ന് അടിച്ചു. സാഹചര്യം അമ്പെടുത്ത് പുള്ളിക്കാരന്റെ മുഖത്തടിച്ച്, തലയിലടിച്ച്, പുറത്തൊക്കെ അടിച്ചു. റീമോറ് വെച്ച് അടിച്ച് ബോത്ത് ഇത് കണ്ടോ, ബോത്ത് എല്ലാം അടിച്ച് പാട്ട് തുറന്ന പോകുമ്പോൾ അകത്ത് കയറി അതിന്റെ അടിച്ച് അകത്തിട്ടേക്ക് വരും. ഇത് കണ്ടോ, ബോത്ത് പുറത്തൊക്കെ അടിയാ, നെഞ്ചത്തും പുറത്തും എല്ലാം അടിയായിരുന്നു. ഈ സമയം ശിവൻ മാത്രമാണ് കടയിൽ ഉണ്ടായിരുന്നത്. രാവിലെ സാധനം വാങ്ങാനെത്തിയ ആളുകളാണ് ശിവൻ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിച്ചത് അനുസരിച്ച് ഭാര്യയും മകനും എത്തിയാണ് ശിവനെ ചുരക്കുളം ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതര പരിക്കുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പട്ടിക കഷ്ണം വെച്ചാണ് മുഖത്തും തലയ്ക്കും കൈക്കും കാലിനും ശിവനെ ആക്രമിച്ചത്. അപസ്മാര രോഗി കൂടിയാണ് ശിവൻ. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ശമ്പളം ചോദിച്ചതിന് മർദ്ദിച്ചതിൽ നീതി ലഭിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.